തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ദിവസമാണ്. നേരത്തെ അന്വേഷണം പൂർത്തിയാക്കാൻ സമയം അന്വേഷണ സംഘം നീട്ടിച്ചോദിച്ചിരുന്നു. 24-ാം തീയതിക്ക് മുൻപ്, അതായത് ചൊവ്വാഴ്ചയായ ഇന്നേക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ADGP അത് DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇന്ന് DGP റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ വേണ്ടി പോവുകയാണ്. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്ക് നൃപനിലേക്ക് പോകാം. നൃപൻ, ഗുഡ് മോർണിംഗ്. നൃപൻ, നമ്മൾ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിഷയമാണ് തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട്. ആ വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറാൻ വേണ്ടി പോവുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കുറേ വാർത്തകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് റിപ്പോർട്ട് എത്തുന്ന ദിവസം. നൃപൻ, തീർച്ചയായും മനു, വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇത് സംബന്ധിച്ച മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസവും വാർത്ത നൽകിയിരുന്നു. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം മറുപടി നൽകിയത്. കയ്യിൽ പുറത്ത് ലഭിക്കാത്ത റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇപ്പോഴും തുടർച്ചയായി വ്യാജ വാർത്ത നൽകുന്നു. എങ്ങനെയാണ് റിപ്പോർട്ടിലെ വസ്തുതകൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത വസ്തുതകൾ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ആ റിപ്പോർട്ടിലൊരു ചുക്കുമില്ല, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് റിപ്പോർട്ടിനെ സംബന്ധിച്ച ഭാഗങ്ങൾ ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയും ചെയ്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തയെ സംബന്ധിച്ചും തുടർച്ചയായി മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ പുലർത്തുന്ന സമീപനങ്ങളെ സംബന്ധിച്ച് വിമർശിച്ചിരുന്നു. അക്കാര്യത്തിലാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നലെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞത്. പൂരം വിവാദവുമായി ബന്ധപ്പെട്ട, പൂരത്തിലെ ക്രമസമാധാന പ്രശ്നമുണ്ടായി ബന്ധപ്പെട്ട കുഴപ്പങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. ADGPയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് DGP കൈമാറിയത്. DGP ഇന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ഈ ദിവസം 24-നകത്ത് റിപ്പോർട്ട് കൈമാറണമെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് നിർദ്ദേശിച്ചത്. നേരത്തെ ADGP അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കാലാവധി കൂട്ടിച്ചോദിച്ചിരുന്നു. പക്ഷേ 24-നകം തന്നെ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ തരത്തിൽ വിവാദമായി. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടവരും വിജയിച്ചവരും തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ പോയി. ആ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ പരാജയത്തിലേക്ക് തൃശ്ശൂർ പൂരം മാറി എന്ന തരത്തിലുള്ള വിലയിരുത്തൽ ഇപ്പോഴും കോൺഗ്രസും UDFും അത് തുടരെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം അപ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചത്. അന്വേഷണത്തിന് റിപ്പോർട്ട് ലഭിക്കുമ്പോൾ തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. ഇത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി തന്നെ വ്യക്തത വരും എന്ന് തന്നെ നാം കരുതേണ്ടിയിരിക്കുന്നു. കാരണം തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ച വിശദാംശങ്ങൾ എന്താണ്, അത് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ആ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ എന്നത് അടുത്ത ഭാഗമാണ്. ഇനി മൂന്നാമത് പരിശോധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ പൂരത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് തൃശ്ശൂരിലെ വിജയത്തെ സ്വാധീനിച്ചത് എന്ന ഭാഗമാണ്. അത് എത്ര കണ്ട് ശരിയാണ് എന്ന കാര്യം ഇനി രാഷ്ട്രീയ പാർട്ടികൾ റിപ്പോർട്ടിന് ശേഷം ആ തരത്തിൽ വിലയിരുത്തലുണ്ടാവും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഭാഗം അവിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള സമഗ്രമായ റിപ്പോർട്ടാണ്, വിവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് DGPക്ക് കൈമാറിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ മാധ്യമങ്ങൾക്ക് നൽകുന്ന വാർത്തയെ സംബന്ധിച്ച ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണവുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം നൃപൻ തന്നെ ശ്രദ്ധിച്ചു കാണുമല്ലോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന്. സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പോലും കാണാത്ത ഒരു റിപ്പോർട്ട്, അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുക, മാധ്യമങ്ങൾ എന്തൊക്കെയോ വാർത്ത നൽകുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം നൃപൻ പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടിൽ ഒന്നുമില്ല, അതിൽ ഈ പറയുന്ന ഗൂഢാലോചനകളൊന്നുമില്ല എന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഇതിവൃത്തമെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരിക്കൽ കൂടി മാധ്യമങ്ങൾ പുറകോട്ടടിക്കാനുള്ള അല്ലെങ്കിൽ പിന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് എൻ്റെ മുന്നിൽ
ഞാൻ കാണുന്നത്. അത് പറയാൻ കാരണം ഇന്നലെ തൃശ്ശൂരിലെ മുഖ്യമന്ത്രിയുടെ ചില വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. മനു, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം പക്ഷേ ഈ നമ്മൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഊതിപ്പെരിപ്പിച്ച സർക്കാർ ചിലവഴിച്ച കോടികളുടെ ഭീമൻ തുകയെ സംബന്ധിച്ച മാധ്യമങ്ങൾ വാർത്ത നൽകി. മുഖ്യമന്ത്രി 1 മണിക്കൂറാണ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അത് ആ വാർത്താ സമ്മേളനത്തിന് ശേഷം ചോദ്യം ഉന്നയിച്ച ചില മാധ്യമപ്രവർത്തകർ തന്നെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അങ്ങനെ വീഴ്ചകൾ സംഭവിക്കുന്നത് തെറ്റാണ് എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഒരാൾക്ക് പോലും ആ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉന്നയിച്ച മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ആ വാർത്താ സമ്മേളനം കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഉണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി ആദ്യത്തെ 1 മണിക്കൂറിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സംഘടിതമായി ചെയ്ത വാർത്തയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിയോജിപ്പും മുഖ്യമന്ത്രി ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്കില്ല. അത് ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താനും മാധ്യമങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അത്രയേറെ കോൺഫിഡൻഷ്യലായ ഒരു റിപ്പോർട്ടാണ് ADGP DGPക്ക് കൈമാറുന്ന റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രിയുടെ കൈവശം ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇത് എവിടെ നിന്നാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരും അത്തരത്തിലുള്ള ആരോപണം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മാധ്യമങ്ങൾ എങ്ങനെയാണോ ഒരു വാർത്തയെ സംബന്ധിച്ച് സർക്കാരിനെതിരായി സമീപിക്കുക, അതിൻ്റെ പ്രതിസ്ഥാനത്ത് ഒരു വിഭാഗം നിർത്തുക, അതിൻ്റെ വാർത്തയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച ചില മേഖലകളിൽ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് UDFൻ്റെ ഭാഗത്തു നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പ്രതികരണം നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതിങ്ങനെ പരമാവധി നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളൊരു തന്ത്രം മാധ്യമങ്ങൾ സ്വീകരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ്, റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തായിരുന്നു വസ്തുത എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരണമില്ലാതെ അത് മറ്റൊരു ആംഗിളിലേക്ക് മാറ്റി തിരിച്ചു കൊണ്ടുപോകുക എന്നതാണ്. അതാണ് മനു നേരത്തെ സൂചിപ്പിച്ചത്. എത്ര വേഗം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് പരമാവധി, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്തായതുകൊണ്ട്, മുമ്പ് വർത്തമാന പത്രങ്ങളുടെ കാലമായിരുന്ന ഘട്ടത്തിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത സംബന്ധിച്ച് സമഗ്രമായി അറിയാനുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു രീതി മാത്രമാണ്. അത് എത്തേണ്ട ഒരു വിഭാഗം ജനങ്ങളുടെ മാത്രം കൈകളിലെത്തുന്നു. വായിക്കുന്നവർ, വായനക്കാർ, പത്രം വായിക്കുന്നവരുടെ ഭാഗത്തുനിന്നു അതിൻ്റെ വാർത്തയെ സംബന്ധിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് എതിർ വാർത്ത സംബന്ധിച്ച് വിശദീകരണം കൊടുക്കാനുള്ള അവസരവും ലഭിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഈ വിശദീകരണത്തിന് പോലും പ്രസക്തമല്ലാത്ത തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് കാട്ടുതീയെ പോലെ വ്യാജ വാർത്ത പ്രചരിക്കുകയും, രണ്ടാമത് ഇവർ തിരുത്തി നൽകണമെന്നില്ല. തിരുത്തി നൽകുന്ന ഒരു തിരുത്ത് 1-2 വരികളിൽ ഉണ്ടാകുന്ന തിരുത്തിനേക്കാൾ എത്രയോ മണിക്കൂറുകൾ പ്രധാനപ്പെട്ട 8 മണി ചർച്ചയിലൊക്കെ വിശദമായി ചർച്ച ചെയ്ത് പ്രതിക്കൂട്ടിലാക്കി പൂർണ്ണമായി ഇവർ തന്നെ വിധി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോയി ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈ മാധ്യമങ്ങൾ തുടർച്ചയായി സ്വീകരിക്കുന്ന ഒരു തന്ത്രം. അത് അവർക്ക് അറിഞ്ഞുകൂടാതെ ചെയ്യുന്നതല്ല, ബോധപൂർവം തന്നെ ഇത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം സൃഷ്ടിപരമല്ലാത്ത പ്രതിലോമകരമായ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. തൃശ്ശൂർ പൂര വിവാദവും സംബന്ധിച്ച റിപ്പോർട്ട് സംബന്ധിച്ചും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നു. കാരണം ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരാളാണ് ഈ ADGP ഒരിക്കലും ഈ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലൊരു വാർത്ത, നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ടറെ സംബന്ധിച്ച സമഗ്രമായ ഉള്ളടക്കം എന്താണെന്ന തരത്തിൽ ഒരു വരി പോലും പുറത്തു നൽകുമെന്ന് സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ നിൽക്കുന്നവരാരും ചിന്തിക്കില്ല. പിന്നെ DGPയിൽ നിന്ന് വാർത്ത ലഭിക്കണം, മുഖ്യമന്ത്രിയിലേക്ക് ഈ റിപ്പോർട്ട് ലഭിച്ചിട്ടുമില്ല. അങ്ങനെ എങ്ങനെയാണ് റിപ്പോർട്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കുക എന്നുള്ളത് വളരെ ദുരൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഊതിപ്പെരിപ്പിച്ച വാർത്തകൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവുക, പരമാവധി വാർത്തയെ സംബന്ധിച്ച് ഇത്തരത്തിൽ പ്രചരണം ലൈവായി നിർത്തുക എന്ന് തന്നെയായിരിക്കും തൃശ്ശൂർ പൂരം സംബന്ധിച്ച റിപ്പോർട്ടെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അതുകൊണ്ട് റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈവശം ലഭിക്കുമ്പോൾ ഔദ്യോഗികമായി സർക്കാരിൻ്റെ നിലപാടറിയാൻ കഴിയും. അതിനുശേഷം സർക്കാരിന് തുടർ നടപടി ഉണ്ടാകും. റിപ്പോർട്ടിലെ വസ്തുത എന്താണ് എന്ന കാര്യം മനസ്സിലാക്കാനും കഴിയും. അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനും കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു. ഓക്കെ, താങ്ക് യു നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.